ഗുഡ് മോർണിംഗ്. ഡയബറ്റീസ് ഉള്ളവരാണോ നിങ്ങൾ? എന്നാൽ ഈ 5 മിസ്റ്റേക്സ് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലഡ് ഷുഗർ ലെവല് കുറയ്ക്കാനും അത് കൂടാണ്ടിരിക്കാനും സഹായിക്കും. അപ്പോൾ എന്താണ് ഈ 5 മിസ്റ്റേക്സ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്നത്? അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ. അതായത് നമ്മൾ മര്യാദയ്ക്ക് വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽ സ്പൈക്ക് ആവുകയും കിഡ്നിക്ക് അത് ഓവർലോഡ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് വെള്ളം കുടിച്ചാലോ നമ്മളുടെ ഈ ടോക്സിൻസ് എല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകാൻ നല്ല ഹെൽപ്ഫുൾ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈറ്റിംഗ് ഇൻ ലാർജർ പോർഷൻസ്. അതായത് നമ്മൾ മിതമായ അളവിൽ വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ്സ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻസ് അതുപോലെ ഫാറ്റ്സും ഡൈജസ്റ്റ് ആവുന്നതിനേക്കാളും വേഗത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് ഡൈജസ്റ്റ് ആയിട്ട് ബ്ലഡിലേക്ക് വരികയും ബ്ലഡ് ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്ലീപ്പ്, പുവർ സ്ലീപ്പ്. അതായത് 6 മണിക്കൂറിൽ കുറവാണ് നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവും. ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയാൽ എന്താ പ്രത്യേകത? നമുക്ക് ഇൻസുലിൻ മര്യാദയ്ക്ക് പ്രവർത്തിക്കില്ല, നമുക്ക് ക്രേവിങ്സ് വരും, സ്ട്രെസ് കൂടും. അപ്പൊ സ്ട്രെസ് ഇതെല്ലാം നമുക്ക് ഷുഗർ സ്പൈക്ക് ആവാൻ ചാൻസസ് ഇത് കൂട്ടുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൽസ് സ്കിപ്പ് ചെയ്യുന്നത്. മീൽസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മെറ്റബോളിസത്തിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ വിശക്കുമ്പോൾ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമ്മൾ ഭക്ഷണം നമ്മൾ മീൽസ് സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളുടെ ഹെൽത്ത് ചെക്കപ്പ് മിസ് ചെയ്യാണ്ടിരിക്കുക. മര്യാദയ്ക്ക് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷുഗർ ലെവൽ കൂടുന്നതനുസരിച്ച് നമുക്ക് അതിനുള്ള മെഡിസിൻസും അതുപോലെ പ്രിവെൻഷൻസും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. താങ്ക്